ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ സാധാരണ അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ. എന്നാൽ ഇത് റെസിപ്പി റെഡിയാക്കി എടുക്കാൻ സിമ്പിളാണ് കേട്ടോ. കുറച്ച് ടൈമും കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. കോഴിമുട്ട പഴം ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എന്നാലും കണ്ടല്ലോ നല്ല സോഫ്റ്റ് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് പൊടി വാങ്ങൂലേ, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുമ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തതുകൊണ്ട് തന്നെ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ കറക്റ്റ് മെഷർമെൻറ്റിന് തന്നെ എടുക്കുക. അപ്പോൾ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ അതാ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് വറുത്തിട്ടും പൊടിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സിമ്പിളാണ് കേട്ടോ. അതല്ലെങ്കിൽ അതിന് താഴെ ഇങ്ങനെ പൊടി ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങ മതി കേട്ടോ. കണ്ടല്ലോ ഇതുപോലെ ഒരു 1.5 പിടുത്തം തേങ്ങ, ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുള്ളൂ. കുറച്ച് മാത്രം മതി. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയ ജീരകവും തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് വരണേ. അപ്പോൾ ഇതിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ റെഡി ആയി കിട്ടുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ശർക്കര അച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 അച്ച് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാവ് ആദ്യം റെഡിയാക്കിയതിന് ശേഷം ശർക്കരപ്പാനി റെഡിയാക്കി എടുത്താൽ മതി. കാരണം ഈ ശർക്കരപ്പാനി ചൂടോടുകൂടെ വേണം നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഈ ഒരു റെസിപ്പിയിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പഴം കോഴിമുട്ട ഒന്നും നമുക്കതിലേക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. ഈ ഒരു ശർക്കരപ്പാനി ചൂടോടുകൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ആദ്യം ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ശർക്കരപ്പാനി റെഡിയാക്കാൻ നിന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് കഴിഞ്ഞിട്ട് 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതിപ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാനി ചൂടോടുകൂടെ തന്നെ അതിലേക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുകയും വേണം. അതല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് ആ ഒരു മാവ് വെന്ത് കട്ടയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ മോനെ വിളിച്ചിട്ടാണ് കേട്ടോ അതിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഉണ്ടല്ലോ ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്തി നിൽക്കാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അപ്പക്കാരം ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയേ, അത്യാവശ്യം ലൂസ് പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഇത് റെഡി ആക്കി എടുക്കേണ്ടത്. കണ്ടല്ലോ ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ബാറ്റർ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്തൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ബാറ്ററി കറക്റ്റ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ബാറ്ററി റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് റെഡിയാക്കാം. വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ അതൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതിനിപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് സ്കിപ്പ് ചെയ്യാം, വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കലത്തപ്പം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരുന്നു, ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പിന് പകരം നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു തേങ്ങാക്കൊത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാവിലേക്ക് മൊത്തമായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടും വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ആ ഒരു തേങ്ങാക്കൊത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്ക് ആ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തതുകൊണ്ട് തന്നെ 2 അപ്പാക്കിയിട്ടാണ് കേട്ടോ ചുട്ട് കൊടുക്കുന്നത്. പകുതി ബാറ്റർ മാത്രമേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന അപ്പത്തിൻ്റെ വലിപ്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റ് മാക്സിമം വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു വിസിലിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കുക, വിസിലിട്ട് കൊടുക്കാതെ വേണം കുക്കർ അടച്ചു കൊടുക്കാൻ. അപ്പോൾ കണ്ടല്ലോ, ആ ഒരു വിസിലിൻ്റെ ഹോൾസിൽ നിന്നും ഇതുപോലെ നന്നായിട്ട് തന്നെ എയർ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും കണ്ടല്ലോ, അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ എയർ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ബബിൾസായിട്ട് വന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കുമിളകൾ ഇതേപോലെ ബബിൾസായിട്ട് വന്നിട്ട് പൊട്ട് വരും കണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിയുന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ അടപ്പ് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത പാടന്നെ തുറന്നെടുക്കാൻ ശ്രദ്ധിക്കരുത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എങ്ങനായാലും അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കുക്കറിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് സാവധാനം വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആക്കിയെടുക്കുന്ന സമയത്ത് ആ ചട്ടകത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് കുറച്ചൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലല്ലേ. നമ്മൾ ഈ അപ്പങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരു പഴയ കാലത്തെ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരിക. അപ്പോൾ എനിക്കിപ്പോൾ പേഴ്സണലി ഞാൻ സാധാരണ അരിയൊക്കെ വെള്ളത്തിലിട്ട് എടുത്തിട്ടാണ് അപ്പം റെഡിയാക്കി എടുക്കാറ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തോന്നിയിട്ടുള്ളത് ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റിയാണ്. എന്നാൽ ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് മാവൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക, പാനി ഒഴിച്ച് കൊടുക്കുക, ഡയറക്റ്റായിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വേവിക്കാനും എടുക്കുകയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ ആരൊക്കെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള വേറെ റെസിപ്പിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.